ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 26-ാമത്തെ ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കലാണ് ഹദീസിൻ്റെ ഹെഡിങ്. അൻ അബാ ഖതാദ ത്വലബ ഗരീമൻ ലഹു ഫതവാറ അൻഹു ثم وجده فقال إني معسر فقال الله قال الله قال فإني سمعت رسول الله صلى الله عليه وسلم يقول من سره أن ينجيه الله من قرب يوم القيامة فلينفس عن معسر ഔ യളഅ അൻഹു. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു തനിക്ക് കടം തിരിച്ചു നൽകാനുള്ള ഇയാളെ അന്വേഷിച്ചു നടന്നു. അപ്പോൾ അയാൾ അബൂ ഖത്താദയുടെ കണ്ണിൽപ്പെടാതെ മറഞ്ഞിരുന്നു. ശേഷം അയാൾ പിടിക്കപ്പെട്ടു. ഞാൻ പ്രയാസത്തിലാണ് എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് നീ പ്രയാസത്തിലാണോ എന്ന് പറയാമോ? അയാൾ പറഞ്ഞു, അള്ളാഹുവാണേ, ഞാൻ പ്രയാസത്തിലാണ്. അബൂ ഖത്താദ പറഞ്ഞു, നബി ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് നാളിലെ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ പ്രയാസപ്പെടുന്നവൻ അവൻ പ്രയാസം അകറ്റിക്കൊടുക്കട്ടെ, അല്ലെങ്കിൽ പ്രയാസത്തിൽ നിന്നും ചിലത് ഒഴിവാക്കി കൊടുക്കട്ടെ. കടമിടപാടുകൾ വലിയ ഗൗരവമുള്ള വിഷയമാണ്. കടം കൊടുക്കാൻ പ്രോത്സാഹിപ്പിച്ച പോലെ കടം വാങ്ങൽ നിരുത്സാഹപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. കടക്കാരനായി ഒരാൾ മരിച്ചാൽ ആ കടം മറ്റൊരാൾ ഏറ്റെടുക്കാതെ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നിർവഹിച്ചിരുന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ വ്യക്തി പോലും കടം വീട്ടാത്ത കാരണത്താൽ സ്വർഗപ്രവേശനം തടയപ്പെടും. കടം വാങ്ങി പറഞ്ഞ സമയം തിരികെ കൊടുക്കാതെ ഒളിഞ്ഞു നടക്കുന്നത് ശരിയല്ല. കടം കൊണ്ടും മറ്റും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയാസം അകറ്റിക്കൊടുക്കൽ വലിയ പുണ്യമായ കാര്യം തന്നെയാണ്. മാന്യമായ കാരണത്താൽ കടം തിരിച്ചു തരാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അത്തരക്കാർക്ക് കടം വീട്ടാൻ സാവകാശം നൽകിയാലോ കടം പൂർണ്ണമായും ഭാഗികമായോ ഒഴിവാക്കിക്കൊടുക്കലും പ്രതിഫലാർഹമായ കാര്യമാണ്. എളുപ്പമുണ്ടാക്കുക, പ്രയാസപ്പെടുത്താതിരിക്കുക എന്നത് മതനിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ്. കടം കൊണ്ട് പരീക്ഷിക്കാതിരിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഒരാൾ പറയുന്നത് സത്യമാണോ എന്ന് ഉറപ്പിക്കാനായി അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ മറ്റൊരാളുടെ പേരിലും സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യൽ കുഫർ അഥവാ നിഷേധമാണ്. ഉപകാരപ്രദമായ അറിവുകൾ കൈമാറാനും പ്രയോഗവൽക്കരിക്കാനും സഹാബി കാണിച്ച താൽപ്പര്യം ഈ ഹദീസിൽ നമുക്ക് പ്രകടമായി കാണാവുന്നതാണ്. അന്ത്യനാളിലുള്ള വിശ്വാസം. ഉയർത്തെഴുന്നേൽപ്പ് ദിവസം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും എന്ന വിശ്വാസം, ആ വിശ്വാസം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അന്ത്യദിനത്തിലെ പ്രയാസങ്ങളിൽ നിന്നും തൻ്റെ അടിമകൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ഇഹലോകത്ത് സംവിധാനിച്ച അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയും നമ്മൾ മനസ്സിലാക്കണം. വൈൻകാന ദോസറത്തം ഫനലിറത്തില മൈസറ അൻ തസദ്ദഖു ഖൈറുല്ലക്കും വൈൻ കുന്തും തഅലമൂൻ. ബഖറ 280-ാമത്തെ ഇനി കടം വാങ്ങിയവരിൽ വല്ല ഞെരുക്കക്കാരനും ഉണ്ടായിരുന്നാൽ അവന് ആശ്വാസമുണ്ടാക്കുന്നതുവരെ ഇടകൊടുക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾ ദാനമായി വിട്ടുകൊടുത്തതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഖറജിൻ. മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല എന്നൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അകറ്റുമ്പോൾ നമ്മുടെ പരലോകത്തെ പ്രയാസമാണ് അകറ്റപ്പെടുക എന്ന ചിന്ത നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.